അൽഫോൺസ് ജി ഒരു മ്യൂസിക് ട്രെയിനിങ് സെഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ കുറച്ച് തീർച്ചയായിട്ടും. അത് ഈ മ്യൂസിക് ഡയറക്ഷനിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു വേറൊരു പാഷനായിരുന്നു മ്യൂസിക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമൃതയിൽ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ സമയത്ത് ഞാൻ ട്രെയിനറായിരുന്നു, വോക്കൽ ട്രെയിനറായിരുന്നു. അപ്പോൾ അന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ അതിനുശേഷം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു കർണാട്ടിക് MA ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഒരു 3 വർഷം അതിന് വേണ്ടി മാറ്റി വെച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങിയത് എറണാകുളത്ത് വെച്ച്, ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ എക്സാമിനേഷൻ അഫിലിയേഷനുണ്ട്. ഇപ്പം അറിയാലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ അറ്റൻഷൻ സ്പാൻ കുറവാണ്. അപ്പോൾ പണ്ടൊക്കെ എന്നെ അപ്പച്ചൻ പിടിച്ചിരുത്തി പഠിപ്പിക്കുമായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും. അപ്പം ഇന്ന് പക്ഷേ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, അവിടെ ഇവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു സിലബസ്, ഒരു 2 ഇയർ സിലബസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പിയാനോയുടെ പിക്ചർ, അതിൽ കീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് എല്ലാ സിയും റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, കാര്യം പെയിന്റ് ചെയ്യാൻ ഇതാണല്ലോ, ഇഷ്ടമാണല്ലോ. അപ്പൊ എല്ലാ സി ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ഡിഫറെന്റ് ഒക്ടേവുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പൊ ഇവരുടെ തലയിലേക്ക് ഇവരറിയാതെ ഈ സാധനം കറക്റ്റായിട്ട് ഈ കോൺസെപ്റ്റ് അങ്ങോട്ട് കയറുക. ഇങ്ങനെ പല ഇവർക്ക് ഗ്രൂപ്പ് ഗെയിം ആകാം. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചില കുട്ടികൾക്ക് റിതമിക് സെൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ആ സമയത്ത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചിട്ട് പറയും, കുഞ്ഞിന് ഇങ്ങനെ ഒരു ഇതാണ് കൂടുതൽ നമ്മൾ കാണുന്നത്, ഇത് മ്യൂസിക് ക്യാൻ ബി എ പൊട്ടൻഷ്യൽ കരിയർ ഓപ്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്.